ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പേര് ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് സർവീസസ് പാർട്ട് 28 നമ്മൾ നിങ്ങൾ അവസാനം കണ്ട വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രെയിനിങ് ഹാളിൻ്റെ ആണ്. അതൊരു ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോ ആണ്. ആൻഡ് അതിന് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന വീഡിയോസൊക്കെ ഒരു 1.5 മാസം മുമ്പ് എടുത്തത്, അതായത് ഒരു ഓഗസ്റ്റ് ആദ്യം എടുത്തു വെച്ച വീഡിയോസൊക്കെയാണ് നിങ്ങൾ അപ്പോൾ കണ്ടത്. എന്നാൽ അത് കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി കുറച്ച് പേഴ്സണലായിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അത് കാരണം ആണ് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓണത്തിൻ്റെ ഇരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം പിന്നെ അത് കാരണം ഒരു ദിവസം ഡിലേ വന്നത്. ആൻഡ് ഇപ്പോഴും ആ ഒരു ഇതിൻ്റെ ആ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്ന കാരണമാണ് ഇന്നത്തെ ഒരു ദിവസം ഡിലേ വന്നത്. പക്ഷേ ഞാൻ മാക്സിമം പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് അതുപോലെ തന്നെ ഇന്നും ഇതുപോലത്തെ ഒരു ഡിലേയും കൂടെ വരും. കാരണം നമ്മുടെ 15-ാം തീയതിയിലേക്ക് ഞാൻ വീഡിയോ സെറ്റ് വെച്ചായിരുന്നു. പക്ഷെ അത് നടക്കത്തില്ല. അത് ഇച്ചിരി അതിനും കുറച്ചധികം നമുക്ക് സാധനങ്ങളുടെ കുറവ് കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്ന വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ 182 സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഡിസംബറിനുള്ളിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. 2026 500 സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരുടെ ഷെയർ ചെയ്താൽ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയൊക്കെ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ നമ്മുടെ സർവൈവൽ സീരീസിനകത്ത് ഉണ്ടാക്കിയ ഫാംസ് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. അതായത് നമ്മൾ ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോസിനകത്ത് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും നമ്മൾ സർവൈവൽ സീരീസൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് പോവാം. പിന്നെന്താ, അതിനകത്ത് ഒരെണ്ണം ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ചെറുതൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഒരു വലിയൊരു മോപ്പ് ഫാം ഉണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് അപ്പോൾ നമുക്ക് എന്തായാലും കോഴി ഫാം ഓക്കെ പോട്ടെ. നമുക്കെന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അതിന് മുമ്പ് എന്തോ ഒന്നുണ്ടല്ലോ. നമ്മുടെ ആദ്യം നമുക്ക് എന്തായാലും നമ്മുടെ സൈഡിലുള്ള കോൾ ഫാം എന്തായാലും കാണിച്ചു തരാം. അല്ല, കോൾ ഫാം കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതിനകത്ത് നമ്മുടെ ഒരു എൻജാനിങ് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിനകത്ത് ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് സെറ്റാക്കണം. അതായത് ഈ കോൾ ഫാം എൻജാനിങ് ടേബിൾ വെച്ചിരിക്കുന്നതിനകത്ത് ആ ഒരു ലെയർ കണ്ടോ, ആ ലെയറിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ എൻജാനിങ് ടേബിൾ വെക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ഞാൻ സെപ്പറേറ്റ് റൂം താഴത്ത് കുഴിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ഐഡിയാസൊക്കെ മനസ്സിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ആ വീഡിയോസൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ എന്താ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ സൈഡിലായിട്ട് നമ്മുടെ കോൾ ഫാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമല്ല, എന്നാൽ രണ്ടാമത്തെ വീഡിയോ ആണ് അതിനകത്ത്. അതായത് നമ്മുടെ ഒരു അൺലിമിറ്റഡ് കോൾ ഫാം എന്ന രീതി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അത് നമ്മൾ ഇപ്പം അൺലിമിറ്റഡ് ആക്കാനുള്ള രീതി നമ്മൾ നിൽക്കുകയാണ്. ഞാനിത് പിന്നെ ഞാൻ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ഞാൻ ബിൽഡിൻ്റെ പുറകെ പോയി. അത് കാരണമാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പം അത് പോയി കാണുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പം പിന്നെ നമുക്കുള്ള എന്തുവാ, പിന്നെ നമ്മുടെ സൈഡിൽ ഒരു നമ്മുടെ ഇതില്ലേ, അതിന് പേരെന്തായിരുന്നു, അതിനു മുമ്പ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് കുറേ കമൻസ് ഒക്കെ വന്നായിരുന്നു ഉണ്ടാക്കിയപ്പം. അതിനൊരു അൺലിമിറ്റഡ് അല്ലെന്ന് പറഞ്ഞ കാരണം നമ്മൾ അതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സൈഡിൽ നമ്മുടെ സൈഡിൽ ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ എന്തുവായിരുന്നു, ആനിമൽ ക്രഷർ ഫാം എന്ന് പറയും. അതിൻ്റെ നമ്മളൊരു കുരിശ് രീതിയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതെന്തായാലും നമുക്ക് പോവാം. ഇവിടെ ഇപ്പോൾ 2 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആട്, പശു, അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ചെയ്യണം. ഇവിടെ ഒരു കോഴി വരണം, അപ്പോൾ ഒരു പന്നിയും വരണം. അതൊന്ന് സെറ്റാക്കണം. ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കോഴി അപ്പുറ സൈഡിൽ, ഇവിടെ ഒരു കോഴിയും പന്നി, അങ്ങനത്തെ രീതിയാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആട് അത്യാവശ്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം പശുവിനെ കുറച്ച് വേണ്ടി വന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എടുക്കേണ്ടി വന്നു, കുറച്ച് ലെതർ ഉണ്ടാക്കാൻ വേണ്ടി. അതായത് നമ്മൾ അടുത്ത വീഡിയോ ഞാൻ ട്യൂട്ടോറിയൽ ഗൈഡ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ, ഒരു മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് നമ്മുടെ ട്രെയിനിങ് ഹാൾ. ട്രെയിനിങ് ഹാളിൽ ഇത്തിരി കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നാളെ വരും ആ വീഡിയോ. അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. അതായത് എനിക്ക് നമ്മുടെ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത് വേണമായിരുന്നു, ലെതർ വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയാണ്. അപ്പം ലെക്റ്റൻ ഒക്കെ അങ്ങനെ ഞാൻ ഈ 2 വീതം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 7 ഐറ്റംസ് അല്ലേ, 3, 6, 7 ഐറ്റംസ്. അപ്പം 14 ആൾക്കാർക്കുള്ള പണിയാണിത്. അങ്ങനെ അതൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ശനിയാഴ്ച നാളെ വീഡിയോ വരും. അതിൻ്റെ ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഒരു ദിവസം ഗ്യാപ്പ് വരുന്നത്. ഈ മാസം ഇനി ഒരു ഗ്യാപ്പും കൂടെ വരാൻ ഒരു ഗ്യാപ്പും കൂടെ വരുമായിരിക്കും. കാരണം ഒരു വീഡിയോ ഞാൻ സെറ്റാക്കി വെച്ച് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല.
എടുക്കാൻ പറ്റില്ല വെച്ചത് തൽക്കാലത്തേക്ക് ഇപ്പോൾ പോസിബിൾ അല്ല ആ വീഡിയോ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ നമ്മുടെ സർവൈവൽ വേൾഡിൽ ഞാൻ ഒരു റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങ് നമ്മുടെ ബേസ് അല്ല നമ്മുടെ വില്ലേജറിന്റെ ഫാം വരെ പോകുന്നത് വരെ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടെ ഞാനൊരു കുറച്ച് നമ്മുടെ ഉള്ള ക്യാരറ്റൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ സൂപ്പർ. ഇവിടെ ഓക്കെ നമ്മുടെ ക്യാരറ്റൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ അങ്ങോട്ട് ഇത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. ക്യാരറ്റ് അവന്മാരെ കഴിക്കുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് വേറെ സെറ്റ് ചെയ്യാം. എനിക്കൊന്ന് ഫാം നമ്മുടെ ക്യാരറ്റ് ഫാമൊക്കെ ഉണ്ടെങ്കിൽ ബ്രീഡർ ഫാം സെറ്റ് ആവുന്നുള്ളൂ. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബോൺ മീൽ ഫാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊരു ഏതൊരു ചെറിയൊരു വീഡിയോക്കാണ് സെറ്റ് ചെയ്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എളുപ്പമാണ്, ഒന്നുമില്ല. ജസ്റ്റ് ആദ്യം 2 ടെസ്റ്റ് വയ്ക്കുക, അതിന് മുകളിൽ കണക്ട് ചെയ്ത് അതേ 2 പോലത്തെ ഹോപ്പർ വയ്ക്കുക. 2 അല്ലെങ്കിൽ 1 ഹോപ്പർ ആയാലും മതി. എന്നിട്ട് അതിന്റെ മുകളിൽ എത്ര കമ്പോസ്റ്റ് ഉണ്ടോ അത്രയും കമ്പോസ്റ്റ് വയ്ക്കുക. അതിന്റെ മുകളിൽ നിങ്ങളിൽ എത്ര കമ്പോസ്റ്റ് ഉണ്ടോ അത്രയും കമ്പോസ്റ്റ് ഉള്ള ഹോപ്പർ വയ്ക്കുക. ഞാൻ 2 കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ 2 ആണെങ്കിൽ അത് 2 ഹോപ്പർ വേണം. അതിന്റെ മുകളിൽ അത് കണക്ട് ചെയ്ത് 2 ചെസ്റ്റ് വയ്ക്കുക. ഇതിനകത്തേക്ക് എന്തെങ്കിലും മറ്റേ വീറ്റോ സീഡോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് വീറ്റ് ഇട്ടാൽ പോകത്തില്ല, സീഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകും. നമ്മുടെ മരത്തിന്റെ ഇത് ഒക്കെ പൊക്കോളും. അപ്പം അതാണ് നമ്മുടെ ബോൺ മീൽ ഫാം. വളരെ എളുപ്പമാണ്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നില്ല. ഞാൻ എല്ലാം ഒരു ഉഡായിപ്പിന്റെ ഉസ്താദായ കാരണം വളരെ എളുപ്പമുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇതല്ല നമുക്കുള്ളത്. ഓക്കെ, സോ ഇത് എന്ന് പറഞ്ഞാൽ ഞാനിതൊരു എൻ്റെ ഒരു 2-3 ദിവസം പണിയാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്ന സാധനം കാണുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ബീഫ് ഫാം ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട്. ബീഫ് ഫാം മാറ്റുന്നത് വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് അത് പോട്ടെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഇത്രയും ഭാഗത്ത് നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്, ട്രാപ്പ് ഡോർ. പക്ഷെ ഇങ്ങോട്ടേക്ക് ഞാൻ ട്രാപ്പ് ഡോർ ഒന്നും വെച്ചിട്ടില്ല. അതൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അത് കൂടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലാണ് ഞാൻ ട്രേഡിംഗ് ഹാള് വെക്കാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോട്ടെ അഴിവോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലമായിട്ടുള്ള നമ്മുടെ അയൺ ഫാമിന്റെ ആ ഒരു ഏരിയയിലേക്ക് പോകും. അവിടെ ഞാൻ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് മെയിനായിട്ട് നമ്മുടെ ബിൽഡൊക്കെ വെക്കാൻ നോക്കുന്നത്, ഈ ഒരു സൈഡിൽ. ഓക്കെ, ഇവിടെ ഇറങ്ങാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ അയൺ ഫാം. എനിക്ക് അയൺ ഫാം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അയൺ ഫാം നമ്മുടെ ഓക്കെ അയൺ ഫാം അല്ല, നമ്മുടെ അവിടെ നമ്മുടെ വില്ലേജറിന്റെ ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് കുറച്ച് വില്ലേജിന് വേണ്ടി വന്നു. കുറെ പേര് മരിച്ചു. പക്ഷെ നമ്മൾ 2 പേരെ ഇവിടുന്ന് 3-4 പേരെ ഇവിടുന്ന് എടുക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ അവരെല്ലാവരെയും ട്രാക്ക് വെച്ച് തന്നെ ഇവന്മാരെല്ലാം ഇങ്ങോട്ടും ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇനി പിന്നെ ഇവിടെ എന്തോ ചെയ്തത്, ഇവിടെ ഞാൻ ഇവിടെ ഒരു ബാംബുവിന്റെ ഒരു പ്ലാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ബാംബു പ്ലാങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. നിങ്ങൾ വെട്ടും, അവിടെ വരും, അറിവാണായി. ഇവിടുത്തെ അകത്ത് കുറെ പ്രക്രിയകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സൈഡിലൊരു വീഡിയോയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അടുത്ത് വെട്ടി, ഇവിടെ നമ്മൾ വെട്ടി, അത് ഓരോന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സൂര്യപ്രകാശത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്ത് വേണമെങ്കിൽ എനിക്കിവിടെ ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ എനിക്കിത് വെക്കാം. പക്ഷെ ഗ്ലാസ് വെക്കാനുള്ള അത്രയ്ക്കുള്ള സമയമില്ലായിരുന്നു, അത്ര ഹീറ്റ് എടുക്കാനുള്ള സമയം എനിക്കില്ലായിരുന്നു. നമുക്കിനി നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് പോവാം. പൊട്ടെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി കാണിച്ചാണ്. ഇത് ഇവിടെ ഇച്ചിരി പയ്യാട്ടോ പോകണം. ഞാൻ പവർ ട്രെയിൽ വെക്കാൻ എനിക്ക് അത്രയ്ക്ക് ഗോൾഡ് കിട്ടിയില്ല, അത് കാരണമാണ്. ഇവിടെ ഒന്ന് ഇറങ്ങണം. ഇവിടെ ഇറങ്ങിയാൽ അവിടേക്കുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ പില്ലേജറിനുള്ള മറ്റേ പില്ലേജർ ഫാം ഉണ്ടാക്കുന്നുണ്ട്. പില്ലേജർ ഫാം അല്ല, ആക്ച്വലി പില്ലേജറിനെ കൊല്ലാൻ വേണ്ടിയുള്ള സ്ഥലം. പില്ലേജർ ഫാം നമ്മൾ വേറൊന്നും ഉണ്ടാക്കുന്നുണ്ട്. പില്ലേജറിനെ വിളിച്ചു വരുത്തി കൊല്ലാണ് സംഭവം. ആൻഡ് ഇവിടെ നമ്മുടെ അണ്ണന്മാരിപ്പുണ്ട്. ആൻഡ് ഇവിടെ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ കിട്ടി. ഇതിനകത്ത് ഞാൻ എനിക്കൊരു പോർഷനായിരുന്നത് ബാഡമൻ 5 ആയിരുന്നു തോന്നുന്നു. ഇത്രയും സാധനം കിട്ടി. ആൻഡ് വിത്ത് ഒരു ടോട്ടമോ ഫണ്ടൈങ്ങിന്റെ പ്രത്യേകത അറിയാൻ തോന്നുന്നു. നമ്മുടെ ഫുൾ ഹെൽത്ത് വീഴുന്ന പോലെ താഴെ വീണാലും ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ മരിക്കൂല. ഓക്കെ, നമുക്കിനിയിപ്പം ഇവിടുന്ന് ഇപ്പം വല്ല ഇതും അടച്ചിട്ടൊക്കെ ഈ മറ്റേ സോംബി ഒന്നും ഇവിടെ വീണ് കഴിഞ്ഞാല് മറ്റേ സോംബി വില്ലേജർ ആക്കും, അത് വേണ്ട. ഓക്കെ, നമുക്ക് ഇവിടെ ബെഡ് ഉണ്ടല്ലോ. ഓക്കെ, കിടക്കട്ടെ. ആൻഡ് നിങ്ങൾ നേരെ കാണുന്നതാണ് നമ്മുടെ ഷുഗർ കെയിൻ ഫാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഷുഗർ കെയിൻ ഫാം. ഈ ഷുഗർ കെയിൻ ഫാമിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സൈഡിലേക്ക് വന്ന് കാണും ആ വീഡിയോ.
അതും പോയി കാണുക. നമ്മൾ ആ 2 വീഡിയോസാണ് ഇതിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സർവൈവൽ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിയേറ്റീവ് വേൾഡിനകത്ത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയതിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് വൺ. ഇച്ചിരി കൂടെ വേണം ഉണ്ടാക്കായിരുന്നു, പക്ഷെ എനിക്ക് കഴിയില്ലായിരുന്നു, മടിയായിരുന്നു. ആൻഡ് ഇതിനകത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മുടെ വില്ലേജറിന്റെ ഒബ്സർവർ ഇച്ചിരി കൂടെ മുകളിലായിരുന്നു, അത്രയും വളരൂലായിരുന്നു. ഞാൻ ഓർത്തില്ല. നമ്മുടെ ഷുഗർ കെയിൻ 3 കട്ടേ വളരുള്ളൂ. 3 എണ്ണം വളരുമ്പോഴേ ഞാൻ 4ാമത്തെ കട്ടയിലാണ് വെച്ചത്. അപ്പം ഒബ്സർവറിന് കാണാൻ പറ്റൂല. അപ്പോൾ അത് കാരണം, അത് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ താഴത്തേക്ക് ഇറക്കി വെച്ചു. ആൻഡ് അതാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നതാണ്. ഞാനിപ്പോ നേരെ ക്രോസ് ഇത് ഞാനൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കാര്യമൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ സ്റ്റോൺ ഫാം, കോബിൾ സ്റ്റോൺ ഫാം എന്ന പേര്. നിങ്ങൾക്ക് ഈ സൈഡിൽ ഇപ്പോൾ അതിന്റെ കാർഡ് കാണിച്ചണം, അത് പോയി കാണുക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ AFK സ്റ്റോൺ ഗ്രൈൻഡിങ് സ്റ്റോൺ ഫാം ആണ്. നിങ്ങൾ ചുമ്മാ അടിച്ചു കൊടുക്കുക, ഞെക്കിലേക്ക് വിട്ടു കൊടുക്കുക, ഓരോ തമ്മിലിങ്ങനെ ആയിക്കോളും. ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് നിങ്ങൾക്കത് ചെയ്യാനുള്ള കുറച്ച് ഷോർട്ട് കട്ട് വേസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ മനസ്സിലാവുള്ളൂ. വാച്ചിട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്തതാണ്, ഇതിനകത്തുള്ള സാധനം നമുക്ക് കിട്ടിയതാണ് ഇത്രയും. ഇവിടെ ഇത്രയും ഉണ്ട്, ഇവിടെ ഇത്രയും ഉണ്ട്, ഇവിടെ കൊണ്ട് വീണാണില്ല. കാരണം അത്രക്കുള്ള ഞാൻ അയൺ പിക്കാക്സ് വെച്ചാണ് ഞാൻ മുഴുവൻ ചെയ്യുന്നത്. അത് കാരണം അത്രയ്ക്ക് പോകത്തില്ല. നമ്മുടെ ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ അങ്ങറ്റം വരെ പോലെ. ആൻഡ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബാംബുവിനുള്ള ഫാമാണ്. ബാംബുവിനുള്ള ഫാമല്ല, ബാംബുവിനുള്ള ഫാമാണ്. ഇത്രയും ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷുഗർ കെയിൻ ഫാമിന്റെ സെയിം രീതിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഇച്ചിരി കൂടെ ചെറുതാണെന്നേ ഉള്ളൂ. ഇതുവരെ വെട്ടുന്നു, അത് അതിനകത്ത് വീഴുന്നു. കണ്ട, ഓരോന്നടിങ്ങനെ വീഴില്ലേ, വീഴും. അത് ഓരോന്നാലും ഇവിടെ കെട്ടിക്കിടക്കുമായിരിക്കല്ലേ, അതിവിടെ കെട്ടിക്കിടക്കുന്നു. അവിടെ വെള്ളത്തിന് കുറവായിരിക്കും, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമുക്ക് ഇവിടുന്ന് വെള്ളം അൺലിമിറ്റഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കുഴി എടുത്തായിരുന്നു. എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ ഇവിടെ ഒരു വലിയൊരു കുഴി ആക്കിയിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ലായിരുന്നു, ചുമ്മാ ഉണ്ടാക്കിയതാ. മോളിൽ നിന്ന് എത്തുമ്പോഴും ചാവായിരുന്നു മതിയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്തത് എന്തുവായി? ഇവിടെ നമ്മൾ ഇനിയിപ്പോ ചെയ്ത അവസാനത്തെ നമ്മുടെ സാധനമാണ്. നമ്മൾ അവസാനമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് വില്ലേജറിന്റെ ഒരു ട്രീൻ ഫാം. നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അയൺ ഫാമിൽ നിന്ന് കുറെ വില്ലേജേഴ്സിനെ എടുത്തോണ്ട് പോയത്. നമ്മൾ അവസാനം ആ വില്ലേജസിനെ തിരിച്ചിട്ടു. അതുപോലെ തന്നെ ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഉണ്ടായത്, അതിനപ്പുറമായിരുന്നു. ഞാൻ കുറച്ചധികം ഒരു 4-5 ആൾക്കാർ ആകത്തോളം വിചാരിച്ചു. ഒരു ശാഖ കൊടുത്തിട്ട് 4-5 എണ്ണം ഉണ്ടാവും, 4-5 എണ്ണം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊരു 1.5 ഇതായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ എല്ലാത്തിനാണെന്ന് വിചാരിച്ചു. ഇവിടെ തികയാത്താണ് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടു. എന്നിട്ട് ഇവിടെ നിന്നുള്ളവന്മാരെ ഞാൻ റെയിലിട്ട് ഇങ്ങോട്ടേക്ക് ഇടുവാണ്. കറന്റ് ഞാനിപ്പോൾ ഇവന്മാർക്ക് ഫുഡ് പോലും കൊടുക്കാണ്ട് അവന്മാരെ ഇവിടെ ചാവട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഇവിടെ കാണിച്ചതിനെ പറ്റി. ഇത്രയുണ്ട്, ഏതാണ്ട് ഒരു 16 3 4 4 3 7 7 3 10 ഓടി, എല്ലാം ഓടി. ഒരു 10-12 എണ്ണം എന്തായാലും ഉണ്ട്. 12 എണ്ണം എന്തായാലും. ഒരു നോക്കട്ടെ, 4 5 5 3 8 8 10 12 14 ഉണ്ട്. 15 നമുക്ക് ഇവിടെ ഉണ്ട്. അതിനകത്ത് നിന്ന് ഉണ്ടായതാണ് 4 എണ്ണത്തിന് നമ്മൾ 4 എണ്ണത്തിന് നമ്മൾ നമ്മുടെ അയൺ ഫാമിനെ കിട്ടുക 15-20 എണ്ണത്തോളം നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടായി. അതിനെയൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ എൻ്റെ ഇല്ല, വീട്ടില്ല എൻ്റെ കയ്യിൽ. ആൻഡ് പിന്നെ ഉള്ളതാണ് പിന്നെ ഞാൻ ഇതിനകത്ത് കയറി ഇറങ്ങാൻ വേണ്ടി ഒരു മണ്ടത്തരം കാണിച്ചു. മണ്ടത്തരല്ല, ഇങ്ങനത്തെ രീതിയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ട്രാക്ക് പോകാനുള്ള രീതിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള അമ്മ കടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഉടായ്പ വഴി ഉണ്ടാക്കിയിട്ടുമുണ്ട്. നമുക്ക് മുകളിൽ കയറി പോകുമ്പോൾ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി പോവാം. ആൻഡ് ഇൻ കേസ് നമുക്ക് അപ്പുറത്തേക്കാണ് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറുക, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് പിന്നെ മോളിൽ കയറാൻ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കണ്ടായിരുന്നു. പക്ഷെ വേറെ വില്ലേജസ് ഒക്കെ ഉള്ള കാരണേ ഞാൻ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇത്ര ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. നമുക്കിത് ആവശ്യമില്ല കൂടുതലൊന്നും. നമുക്ക് പിന്നെ ഇവിടുന്ന് അകത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, ഇവിടെ നമ്മൾ കയറുക, ഇപ്പുറത്ത് ഇങ്ങനെ പയ്യെ സ്റ്റെപ്പ് വെച്ച് കാണാം. ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, കൂട്ടിയില്ലായിരുന്നു നമ്മൾക്ക്. കുഴപ്പമില്ല, നമുക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിങ്ങൾ ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉടായ്പ വഴികൾ ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ബ്രീഡ് ഫാമൊന്നും അല്ല, പക്ഷേ ഇത് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്കാകുന്നത്. എനിക്കിത് മതി. ഞാൻ ഇതിനകത്ത് വലിയൊരു പ്രോ ഒന്നുമല്ല. കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല ബ്രീഡ് ഫാം ഉണ്ടാക്കണ്ടേന്ന്. നമുക്ക് തൽക്കാലം ഇത് മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഞാൻ ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയതിനകത്ത് പകുതി നിങ്ങൾ കണ്ടായിരിക്കും. എന്നാലും ഇൻ കേസ് നിങ്ങൾ കാണാത്ത ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോ, അതായത് നാളെ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഹാളായിരിക്കും.
നമ്മളിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ എന്ന് വെച്ചാൽ നോർമൽ ഒരു ട്രെയിനിങ് ആണ്. ഒരു നോർമൽ മൈൻക്രാഫ്റ്റോടും കളിക്കാൻ പറ്റിയ ഒരു ട്രെയിനിങ് ആണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത്. ആൻഡ് ഇനി നമ്മൾ ട്രെയിനിങ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് അവിടെ നമ്മുടെ മലയുടെ ഏരിയ ഇല്ലേ, അവിടെയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത്യാവശ്യം 14 പേർക്കുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര സാധനം വെച്ച് 14 പേർക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിനുള്ള സെറ്റപ്പായിട്ട് സെറ്റപ്പൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. കാരണം ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓൾറെഡി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കാരണം കുറേയൊക്കെ ഒന്ന് മിസ്സായിപ്പോയി. ഞാൻ അതുപോലെ എൻ്റെ വേണ്ടി കുറച്ചും കൂടെ ഐഡിയാസ് ഒക്കെ ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്യ. ഇവിടെയാണ് നമ്മുടെ ട്രെയിനിങ് ഹാൾ ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. വലിയ എഫിഷ്യൻറ്റ് ബിൽഡൊന്നും അല്ല, വലിയ ബിൽഡൊന്നും അല്ല, ചെറിയൊരു ബേസ് പോലത്തെ സംഭവത്തിലാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ വില്ലേജസ് ഉണ്ടല്ലോ, ഈ വില്ലേജ് നമ്മുടെ അവിടെ ഉള്ള വില്ലേജും എനിക്ക് ഒന്നുകൂടെ പുതുക്കി പണിയണമെന്നുണ്ട്. അതൊന്ന് പണിയാനുണ്ട്. നമുക്കത് വരുന്ന വീഡിയോസിനകത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുതുക്കി പണിഞ്ഞ് അമ്മമാർക്ക് രണ്ട് ഗോലമൊക്കെ വെച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ കിടക്കട്ടെ, പോയി കൊണ്ട. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരും കൂടി ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിരിക്കും. ഇത് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് അല്ലായിരിക്കും നിങ്ങൾക്ക് ചിലർക്ക്. എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഏതാണ്ട് 28ഓളം ഇതായിട്ടുണ്ട്. അതിനകത്ത് പാരലി ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസും അതുപോലെ നമ്മൾ പുതിയ കുറച്ച് ഗെയിംസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് കയറുന്ന ഈ വീഡിയോ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂറോ ട്രക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോ ട്രക്കിൻ്റെ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഗെയിം ട്രെയിൻ സിംബോൾ 5 എന്നൊരു ഗെയിം ഞാൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ കാണുക. അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തപ്പാൻ പറ്റും. വലിയ വീഡിയോ കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പം അത്ര ഉള്ള എന്താ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ കൂട്ടുകാരുടെ വീഡിയോ ഷെയർ ചെയ്യുക. വിത്ത് ദാറ്റ് ബീയിങ് സെഡ്, ഇപ്പോൾ ഗെയിം സൈൻ പീസ് ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.